ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടൊരു തക്കാളി ചട്നിയാണ് കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പം, എസ്പെഷ്യലി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ അവിടെ ദോശയുടെ കൂടെ കിട്ടുന്നൊരു ചട്നി ഇല്ലേ, നല്ല എരിവും പുളിയും ഇച്ചിരി മധുരവും ഒക്കെ ആയിട്ടുള്ളൊരു ചട്നി. ആ ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിലും ടേസ്റ്റി ആയിട്ടൊരു തക്കാളി ചട്നിയും അതിനോടൊത്ത് പോകുന്നൊരു അടിപൊളി ഗോതമ്പ് ദോശയുടെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു മൺചട്ടി ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ചു. ഗ്യാസ് ഫ്ലെയിമൊക്കെ ഒന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. മൺചട്ടിയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. മൺചട്ടിയൊക്കെ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുക. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പോ അല്ലെങ്കിൽ ഉഴുന്ന് ബോൾസോ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തു. എന്നിട്ട് ഒരു 3 വറ്റൽമുളകും കൂടെ ചെറിയ പീസസായിട്ട് പിച്ചി, കുറച്ച് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ചെറിയ പീസസായിട്ട് ഞുറുക്കി ഒരു വലിയ സവോളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം, ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. റെസ്റ്റോറൻറ്റിലൊക്കെ സവോള തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. സവോളയുടെ നിറം ഒന്നും മാറണ്ട കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കൂടെയാണ് ഈ സമയം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 3 പീസസ് വെളുത്തുള്ളി അല്ലിയാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റായി, ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആകുമ്പോൾ ഒരു 2 വലിയ ടൊമാറ്റോ, നല്ല പഴുത്ത ടൊമാറ്റോയാണ്, 2 ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് തക്കാളിയും സവോളയൊക്കെ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ സോഫ്റ്റായി വരുന്നവരേക്കും കുക്ക് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ പൊട്ടുകടലയാണ്. പൊട്ടുകടല ഇല്ലെങ്കിൽ നമുക്ക് കപ്പലണ്ടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് തക്കാളി ചട്നിക്ക് കിട്ടും കേട്ടോ. ഈ ബ്രാഹ്മൺ ഹോട്ടലിലൊക്കെ അവർ പൊട്ടുകടല ആഡ് ചെയ്യും ചട്നിയിലൊക്കെ, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ്. നമ്മൾ നേരത്തെ എരിവിന് വേണ്ടിയിട്ട് വറ്റൽമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു, സാധാ വറ്റൽമുളക്. ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി, ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ടാണ്. നല്ലപോലെ പച്ചമണം മാറിയതിന് ശേഷം ഒരു 2 നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കായപ്പൊടി 2 നുള്ളേ ചേർക്കാവുള്ളൂ കേട്ടോ, ഒട്ടും കൂടിപ്പോകരുത്. ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ എരിവും പുളിയും ഒക്കെ നല്ലപോലെ ഒന്ന് ബാലൻസ് ചെയ്യും. ഒട്ടും മധുരം കൂടിപ്പോവുകയും ചെയ്യരുത് കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് വരട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് മിക്സറിൻ്റെ ജാറിൽ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഈ കൂട്ടൊക്കെ ഒന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബൗൾ എടുത്തു. അതിലോട്ടൊരു 1.5 കപ്പ് ഗോതമ്പ് മാവാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 4 ടീസ്പൂൺ റവയാണ് കേട്ടോ. റവ ഇല്ലെന്നുണ്ടെങ്കിൽ പുട്ടുപൊടി ചേർത്താലും മതി. 4 ടീസ്പൂൺ പുട്ടുപൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ്. ഒരു മുട്ടയ്ക്ക് പകരം 1/4 ഗ്ലാസ് പാൽ ആഡ് ചെയ്താലും മതി. എന്നിട്ട് ഞാൻ ഇതിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഗോതമ്പ് മാവ് മുട്ടയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി വരുന്നവരേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ചെറിയ ചൂടുള്ള വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് ചൂടുള്ള വെള്ളമല്ല, ലൂക്ക് വാം വാട്ടർ, വളരെ ലൈറ്റായിട്ട് ചൂടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഈ ബാറ്റർ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. ആദ്യമേ ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്. അങ്ങനെ വെള്ളം ഒഴിച്ച് നമുക്ക് ബാറ്റർ നല്ല കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുക്കാം. നമ്മുടെ ദോശമാവില്ലേ, നമ്മുടെ സാധാരണ അരിയും ഉഴുന്നും ചേർത്തുണ്ടാക്കുന്ന ആ ദോശമാവിനെയും കാട്ടി കുറച്ചും കൂടെ കട്ടി കുറച്ചിട്ടാണ് നമ്മൾ ഗോതമ്പ് മാവിൻ്റെ ദോശ കലക്കിയെടുക്കേണ്ടത്. ഈ വിസ്ക് വെച്ച് നമ്മൾ കലക്കിയെടുക്കുമ്പോഴത്തേക്ക് ഒട്ടും തന്നെ കട്ടയില്ലാതെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ബാറ്റർ കലക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, ഒട്ടും കട്ടയില്ലാതെ ഞാനിവിടെ ബാറ്റർ കലക്കിയെടുത്ത് മാറ്റി വെച്ചു. ഈ സമയം ചട്നിയുടെ കൂട്ടൊക്കെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മിക്സറിൻ്റെ ജാറിൽ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തു മാറ്റി വെച്ചു. ഇനി നമുക്കൊന്ന് കടു വറുക്കണം കേട്ടോ. കടു വറുക്കാനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. ഒരു 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ നല്ലെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ ബ്രാഹ്മൺ റെസ്റ്റോറൻറ്റിലൊക്കെ നല്ലെണ്ണയാണ് അവർ ഉപയോഗിക്കുന്നത് കടു വറുക്കാനായിട്ട്. എന്നിട്ട് കടുകിട്ട് പൊട്ടിച്ചു. വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചട്നിയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ദോശയും കൂടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ.
ദോശ ഉണ്ടാക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് ദോശ പാൻ ഞാൻ ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഞാൻ അതിൻ്റെ ചൂടൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം തെളിച്ചു കൊടുത്തു. അതിനുശേഷം 1.5 തവി മാവാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. വലിയ ദോശപ്പാൻ ആയതുകൊണ്ടാണ് അത്രയും ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ദോശ നല്ലപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തു. ദോശ ചുറ്റിച്ചതിന് ശേഷം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ നെയ്യാണ്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഗോതമ്പ് ദോശ നമ്മൾ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ. നെയ്യൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ദോശയൊക്കെ ഓൾമോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. 2 സൈഡും ഒരുപോലെ റെഡിയായി വന്നതിന് ശേഷം നമുക്കിത് നമ്മുടെ ചട്നിയോടൊത്ത് കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ചൂടോടുകൂടി ഈ ദോശയും ചട്നിയും വളരെ നല്ലൊരു കോംബോയാണ്. അരിദോശയും കാട്ടിയും നല്ല കോംബോയാണ് ഗോതമ്പ് ദോശയും ഈ ടൊമാറ്റോ ചട്നിയും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയൂ കേട്ടോ. പുതിയൊരു റെസിപ്പി ആയിട്ട് തിരിച്ചു വരുന്നവരേക്കും താങ്ക് യു. ബൈ.